ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എൻ്റെ പേര് സലാഹുദ്ദീൻ. ഞാൻ ട്രിവാൻഡ്രമാണ്. ഞാനൊരു മിഷനറിക്ക് വേണ്ടി ഈ സ്ഥാപനത്തിനെ നമ്മുടെ ചാനലിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മാഡത്തിൻ്റെ പേര്? എൻ്റെ പേര് അനുഷ. നമ്മൾ കാലിക്കറ്റിലെയാണ് ഷോപ്പ് വരുന്നത്. കാലിക്കറ്റ് ഷോപ്പിൻ്റെ പേര് പാക്സോൺ എന്നാണ്. നമ്മൾ പാക്കേജിങ് മെഷീനറീസും പാക്കേജിങ് മെറ്റീരിയൽസും ആണ് ചെയ്യുന്നത്. ഓൾ കൈൻഡ് ഓഫ് പാക്കേജിങ് മെഷീനറീസ്. നമ്മൾ ഹാൻഡ് സീലർ മുതൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള എല്ലാ മെഷീൻസും ചെയ്യുന്നുണ്ട്. 1 ഇയറായി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അത് പാക്കേജിങ് മെഷീനറീസും പാക്കേജിങ് മെറ്റീരിയൽസുമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ ലിക്വിഡ് ഫില്ലിംഗ് ആണ്. നമ്മളെ ലിക്വിഡ്സ് എല്ലാ ഐറ്റംസ് ലിക്വിഡ്സും നമ്മൾ ജ്യൂസസ് വാട്ടർ എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീനാണിത്. 2 ഹെഡാണ് വരുന്നത്. നമുക്ക് അറ്റ് എ ടൈമിൽ 2 ഐറ്റം വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ഒരേ സമയം 2 ബോട്ടിൽസിലേക്ക് ഒരേ ഐറ്റം വേണമെങ്കിലും ഫില്ല് ചെയ്യാം. പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ പാർട്ടിക്കിൾ ഫില്ലറാണ്. നമ്മൾ ഗ്രാനുവൽസ്, നട്ട്സ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. വെയ്മിൻ്റെ അടുത്ത് വരുന്ന മെഷീനറിയാണ്. നമുക്ക് ഫില്ലിംഗ് മാത്രമാണ് ആ മെഷീനറിയിൽ. നമുക്കത് ഫില്ല് ചെയ്തിട്ട് ഈ മെഷീനിൽ വെച്ചിട്ട് സീൽ ചെയ്യാൻ പറ്റും. ബാൻഡ് സീലറാണിത്. അറ്റ് എ ടൈമിൽ 2 മെഷീൻസും കൂടി വർക്ക് ചെയ്ത് ഫുള്ളിങ്ങും സീലിങ്ങും കൂടി ചെയ്യാൻ പറ്റും. പിന്നെ ഇത് അടുത്ത് വരുന്നത് നമ്മുടെ ക്യാപ്പ് സീൽ ചെയ്യുന്ന മെഷീൻസ്. ക്യാപ്പ് സീൽ ചെയ്യുന്ന മെഷീൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ സീലിംഗ് വരുന്ന മെഷീൻസ്. ഇത് നമുക്ക് ചെറിയ സൈസിൽ ചെയ്യാവുന്നത്, ഇത് അടുത്ത സൈസിൽ ചെയ്യാവുന്നത്, ഇതിൻ്റെ അടുത്ത സൈസിൽ ചെയ്യാവുന്ന മെഷീൻസാണ്. അങ്ങനെ ഒരു 4 മോഡൽസിൽ വരുന്നുണ്ട് മെഷീൻസ്. ഇത് നമ്മൾ മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെ അടിക്കാവുന്ന മെഷീൻസാണ്. ഇതെല്ലാം ടൈപ്പ് മെഷീൻസാണ്. ഇതാണ് സ്റ്റാർട്ടിങ് വരുന്ന മെഷീൻ. ഇതാണ്. ഇത് നമുക്ക് ഇങ്ക് ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്ന മെഷീനാണ്. ഇത് നമ്മളെ റിബണാണ് വരുന്നത്. റിബൺ കോഡിംഗ് എന്ന് പറയും. ഇത് നമ്മളെ ഹാൻഡ് ഹെൽഡ് ഇൻജെറ്റ് പ്രിൻ്റർ. അതിൽ തന്നെ 3-4 വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് ലിക്വിഡ് ഫില്ലർ തന്നെയാണ്. നമ്മൾ 2 ഹെഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ സിംഗിൾ ഹെഡും വരുന്നുണ്ട്, ഡബിൾ ഹെഡും വരുന്നുണ്ട്. 5 ലിറ്റർ വരെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും അതുപോലെ വേറൊരു ന്യൂമാറ്റിക് ലിക്വിഡ് ഫില്ലർ തന്നെയാണ്. നമുക്ക് ലിക്വിഡ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീൻ തന്നെയാണ് വരുന്നത്. അത് നമുക്ക് വരുന്നത് പേസ്റ്റ് ഫില്ലറാണ്. നമ്മൾ ക്രീംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ക്രീം എല്ലാം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ്. അത് 5 to 50 ml ആണ്. 100 ml വരുന്നുണ്ട്, ഒരു 500 ml വരെ മോഡൽസ് വരുന്നുണ്ട്. വാക്യൂം സീലറാണ്. നമ്മളെ പ്രോഡക്റ്റിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വാക്യൂം ചെയ്തിട്ട് സീൽ ചെയ്യുന്ന മെത്തേഡ്. ഇത് ലാബിലിംഗ് മെഷീനാണ്. സെമി ഓട്ടോമാറ്റിക് ലാബിലിംഗ് മെഷീനാണ്. ലാബിലിംഗ് മെഷീൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബോട്ടിലിൻ്റെ മുകളിൽ ലാബിലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂടുതൽ പ്രൊഡക്റ്റ് ചെയ്യാനുള്ള സമയത്ത് നമുക്ക് കൂടുതൽ ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് മാനുവൽ ലാബിലിംഗ് വരുന്നുണ്ട്, സെമിയും വരുന്നുണ്ട്. മാനുവൽ ആകുമ്പോൾ നമ്മൾ കൈകൊണ്ട് ചെയ്യണം. ഇത് നമുക്ക് കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റും. ഓൺലൈൻ കോഡിംഗ് ആണ്. നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ മാനുഫാക്ചറിംഗ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെ ചെയ്യുന്ന ഒരു മെഷീനാണിത്. ബാൻഡ് സീലറാണ്. മിനി ബാൻഡ് സീലർ എന്ന് പറയും. നമുക്കൊരു 500 ഗ്രാം വരെ നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതിൻ്റെ അടുത്ത മോഡലാണ് ബാൻഡ് സീലർ. അത് നമുക്കൊരു 3 kg വരെ ചെയ്യാൻ പറ്റും. അതൊരു 5 kg വരെ ചെയ്യുന്ന മെഷീൻസ് അവൈലബിൾ ആണ്. ഇത് ട്രേ റാപ്പറാണ്. നമ്മൾ ഫുഡൊക്കെ, ഫ്രൂട്ട്സ്, നട്ട്സൊക്കെ നമ്മൾ ട്രേയിലാക്കിയിട്ട് റാപ്പ് ചെയ്യുന്ന മെഷീൻസാണ്. ഇതെന്ന് പറയുന്നത് നമ്മളെ ഹോട്ട് എയർ ഗണ്ണാണ്. നമ്മൾ ഷ്രിങ്ക് ട്യൂബിൽ നമുക്ക് ഹോട്ട് ചെയ്തിട്ട് നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പാക്കേജിങ് മെഷീനറീസും പാക്കേജിങ് മെറ്റീരിയൽസുമാണ് നമ്മൾ ചെയ്യുന്നത്. അത് ഫോയിൽ സീലറാണ്. നമ്മൾ ബോട്ടിലിൻ്റെ മുകളിൽ ഫോയിൽ സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് അത് വരുന്നത്. ഇത് നമ്മുടെ ഹാൻഡ് സീലറാണ്. അത് നമ്മുടെ ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന മെഷീൻ ആളുകൾക്ക് നമുക്കത് തുടക്കുമ്പോൾ നമുക്ക് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന അവർക്ക് സീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ മെയിനായിട്ട് ആ മെഷീൻസ് യൂസ് ചെയ്യുന്നത്. അടുത്ത സ്റ്റേജിലേക്ക് അവർ പോകുമ്പോൾ മാൻ സീലറിലേക്ക് അവർ പോകും. പിന്നെ നമ്മൾ പാക്കേജിങ് മെറ്റീരിയൽസും പാക്കേജിങ് മെഷീൻസുമാണ്. അത് മെറ്റീരിയൽസ് എല്ലാം ഇത്തരം മെറ്റീരിയൽസും നമ്മൾ ചെയ്യുന്നുണ്ട്. ബോട്ടിൽസ്, പൗച്ചസ്, പിന്നെ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും, കാർട്ടൺ ബോക്സ് വരെ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നുണ്ട്.
മാഡം ഈ മെഷീനെ കുറിച്ച് ഒന്ന് പറയാൻ പറ്റും? ഇത് നമുക്ക് ഷ്രിങ്ക് ടണലാണ്. ഷ്രിങ്ക് ടണലാണ് ഈ മെഷീൻ വരുന്നത്. നമുക്കത് ബോട്ടിൽസ് ബഞ്ചായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷീനാണ് ഇത് വരുന്നത്. നമുക്കിത് സൈസസ് ഉണ്ട്. ഓരോ സൈസസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്ത് കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാൻ പറ്റും. കസ്റ്റമറിന് റിക്വയർമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ട് അതുപോലെ ചെയ്യാം. ഷ്രിങ്ക് ടണൽ അല്ലേ? ഷ്രിങ്ക് ടണൽ. ബോക്സ് സ്ട്രാപ്പ് ചെയ്യുന്ന മെഷീനാണിത്. അതിൻ്റെ സ്ട്രാപ്പിംഗ് റോളും ചെയ്യുന്നുണ്ട്, സ്ട്രാപ്പിംഗ് മെഷീൻസും ചെയ്യുന്നുണ്ട്. ഇവിടെയുള്ള മെഷീൻസ്, എക്യുപ്മെൻറ്റ്സ് എല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ സാർ. അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഷീൻസ് വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് ചിലപ്പം അവർക്ക് നമ്മുടെ കോൺടാക്റ്റ് അന്വേഷിക്കുന്നുണ്ടാവും. സോ അപ്പോൾ നമുക്ക് അവരെ ഒരുപാട് ബുദ്ധിമുട്ടാതെ തന്നെ മാഡത്തിനെ എങ്ങനെ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? നമ്മൾ ഫോണിൽ കോൺടാക്ട് ചെയ്താൽ മതി സർ. നമ്മൾ നമ്പർ വരുന്നത് 9633866640, 9633866640. നമ്മൾ കാലിക്കറ്റ് സ്റ്റേഡിയത്തിന് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ചെസ്റ്റ് ഹോസ്പിറ്റൽ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്ത ബിൽഡിംഗ് ആയിട്ടാണ് വരുന്നത്. താങ്ക് യു സോ മച്ച് മാഡം.